ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അയോധ്യത്തെ നൈറ്റിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടി ഉണ്ട് എനേബിൾ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് അയോധ്യ ഡാം സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റാണ്, ഫുഡ് സ്ട്രീറ്റാണ്. ഒരു വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നല്ല തണുപ്പാട്ടോ, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടെ ചപ്പാത്തി, ആലു പൊറോട്ട, സബ്ജി, സമൂസ, ബജി, സ്വീറ്റ്സ്, ലഡു, പൂരി, അങ്ങനത്തെ കുറെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചാറ്റ് ഇടുന്ന പാനിപൂരി കിട്ടുന്ന ഷോപ്പാണ്. ഫ്രൂട്ട്സ്, പേരക്ക, പഴം, ഒരു ഗുജറാത്തി ധർമ്മശാല ഉണ്ട് കേട്ടോ. ഇവിടെ കടലൊക്കെ വറക്കുന്ന ഷോപ്പ്. ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന നല്ല തിരക്കാട്ടോ അവിടെ, ഒരു രക്ഷയില്ല. ഫ്രൂട്ട്സൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു പ്ലേറ്റിന് 20 റുപ്യ വരുന്നത്. പാനിപൂരി, കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ രാം മന്ദിറിൽ എത്തിട്ടോ. ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉള്ളൂ. മുളപ്പിച്ച കടലൊക്കെ വെക്കുന്ന ഷോപ്പാണ്. കടലൊക്കെയായിട്ട് മറ്റേ ചാറ്റ് പോലെ ഉണ്ടാക്കി തരുന്നത്. എന്താ ലസ്സി ഷോപ്പ്, വെജിറ്റബിൾ ഷോപ്പാണ്. അപ്പുറത്താണ് ഈ മോമോസ് കിട്ടുന്ന ഷോപ്പുണ്ട്. അങ്ങനെ കുറേ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ കേട്ടത്. യുപിക്കാരുടെ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകൾ. ആ കാണുന്ന അവിടെയാണ് രാം മന്ദിർ. ആ കുറേ മരങ്ങളൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. എന്നാൽ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളും ഉണ്ട് കേട്ടോ അവിടെ. അയോധ്യ ഡാം റെയിൽവേ സ്റ്റേഷനാണ്. അയോധ്യ രാം മന്ദിറിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ വന്നിറങ്ങിയത് അയോധ്യ കാണ്ടിലായിരുന്നു. ഞങ്ങളെ ട്രെയിൻ ഇവിടെ നിർത്തിയില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇറങ്ങി. അവിടെ നിന്ന് ബസ്സിനൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ കുറേ തിരിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പം
അയോധ്യ ഡാമിലേക്കുള്ള സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് മാക്സിമം നോക്കുക. അതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റേഷൻ അടിപൊളി സ്റ്റേഷനാണ്. ഇപ്പം അടുത്ത് റെഡിയാക്കിയ സ്റ്റേഷനാണ്. ഇവിടെ ഡ്രസ്സ്, ജാക്കറ്റ് അങ്ങനത്തെ വെക്കുന്ന ഷോപ്പുകളുണ്ട്. ചെറിയ ചെറിയ ചായക്കടകൾ, ജിലേബി, ചാറ്റ് അങ്ങനത്തെ കിട്ടുന്ന ഷോപ്പാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ നല്ല സേഫ്റ്റി ആട്ടോ, ഹൈലി എന്താ പറയുക, ഇവിടെ ഫുൾ പോലീസും പട്ടാളും എല്ലാവരും ഉണ്ട്. അത്രയും സെക്യൂരിറ്റിയാണ്, ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ആ നേരെ കാണുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാട്ടോ, റാം ഹോസ്പിറ്റൽ. അവിടെ മെഡിസിനൊക്കെ ഫ്രീ ആണ്. നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സെൻറ്റർ മാതിരിയാണ്. ജസ്റ്റ് OP ടിക്കറ്റ് എടുക്കുക, ബാക്കി ഡോക്ടറും മെഡിസിനൊക്കെ ഫ്രീ ആണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ്. ഈ റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ അയോധ്യക്കാണ് എന്നുള്ള സ്റ്റേഷനിലേക്ക് എത്തും. ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അതിനുള്ള ലൈനാണ്. കുറേ ആൾക്കാരോട് ഫുഡ് കഴിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതുപോലെ കുറേ സ്ഥലത്ത് അയോധ്യയിൽ ഫ്രീ ആയിട്ട് പല ട്രസ്റ്റുകളും ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ ചായ, ഉച്ചയ്ക്കുള്ള ഫുഡ്, വൈകുന്നേരം ചായ, രാത്രിയിലുള്ള ഫുഡ്, അങ്ങനെ കുറേ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഒരാൾ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് നേരം ആ ഡാൻസൊക്കെ കണ്ടു. നല്ല അടിപൊളിയായിട്ട് ആൾ ആ പാട്ടിൽ ലയിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഇതൊക്കെ ഫ്രീ ആയിട്ട് ചായ, കടികളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചായ, കടികളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. റസ്കും ചായയായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. രാത്രിയാണെങ്കിൽ പോലും രാമക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നേ. ഈ കാണുന്നത് രാമക്ഷേത്രത്തിലേക്ക് റോട്ടിൽ നിന്നുള്ള എൻട്രൻസ് ആണ്. അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇതിലൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ എല്ലാം ഹെവി സെക്യൂരിറ്റിയാണ്. പോലീസ്, പട്ടാളം എല്ലാവരും ഉണ്ട്. ഇവിടെ ഫുൾ പോലീസ് പ്രൊട്ടക്ഷനാണ്. കാണുന്നത് മൊത്തം ഫുൾ പോലീസുകാരെ പ്രൊട്ടക്ഷനാണ്. ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഈ വഴിക്കാണ് ശ്രീനാഥ് മന്ദിറിലേക്ക് പോകേണ്ട വഴി കേട്ടോ.
ഫ്രീ ആയിട്ട് ചായ കൊടുക്കുന്ന സ്ഥലമാട്ടത്. അന്ന് കുറേ പേര് ചായ കുടിക്കുന്നുണ്ട്, ചായ റസ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. ഈ ചൂട് ചായയും 2 റസ്ക്കും കിട്ടിയിട്ട് അവിടുന്ന് ഫ്രീ ആയിട്ട്. കുറേ ആൾക്കാർ ഇതിന് ലൈൻ നിൽക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ 2 ഇഡ്ഡലിയും കുറച്ച് സാമ്പാർ എന്തോ അതും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ, ശ്രീരാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അയോധ്യ ഡാമിലേക്കുള്ള വഴി. നേരെ പോയിട്ട് അയോധ്യ കാണ്ട് 2 റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ അയോധ്യയിലുള്ളത്. ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അയോധ്യ ഡാമാണ്. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്, പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്, ഒരു രക്ഷയില്ല. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.